ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധമുപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധമുപയോഗിക്കുന്നു. ഫമറത്ത് അലാ ഖൗമിൻ, എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു. ലിയജിദൂ മിൻ റീഹിഹാ, അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത്? മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടിൻ്റെ മണമൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധമുപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് ഫഹിയ സാനിയ, അവൾ വേശ്യയാകുന്നു, അവൾ വ്യഭിചാരിണിയാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് പുതിയ അറിവാണല്ലോ. സുഗന്ധം പൂശുന്ന പെൺപിള്ളേരെല്ലാം വേശ്യകളാണെന്നുള്ളത്. മറ്റേ ഒരു സെൻറ്റിൻ്റെ ഒരു പരസ്യമുണ്ട്, ഫോഗോ, അത് വേറെ ഏതോ ഒരു സെൻറ്റാ, ഫോഗ് തന്നെയാണെന്ന് ഉറപ്പില്ല. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പരസ്യങ്ങളാണ്. ഒരു ആണിങ്ങനെ സെൻ്റ് അടിക്കുന്നു, അപ്പോൾ ഒരുപാട് പെണ്ണുകൾ അയാളെ അട്രാക്ഷൻ ചെയ്ത് ഇങ്ങനെ ഓടി ഈ എന്നാ എന്ത് ചെയ്യാൻ, അട്രാക്ഷൻ ഓടി കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനൊക്കെ വരുന്നു. അപ്പോൾ അവനെ, അങ്ങനെയുള്ള ആണിനെ എന്ന് വിളിക്കും, വേശ്യനെ വിളിക്കും. ഇത് എവിടെ നിന്ന് വന്നത്? കുറേ എണ്ണങ്ങളൊക്കെ ഉണ്ട്. സുഗന്ധം പൂശാൻ അത്രയൊക്കെ ഏറ്റവും കൂടുതൽ മുസ്ലിംസൊക്കെ വയ്ക്കുന്നത്. അത് ലേഡീസും ഉപയോഗിക്കുന്നുണ്ട്, ജെൻസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വേശ്യനും വേശ്യമാരൊക്കെ ആവും. സുഗന്ധം പൂശിക്കൊണ്ട് ഒരാളുടെ ഇടയിൽ നമ്മൾ സുഗന്ധം എന്തിനാണ് ശരിക്കും പൂശണേ എന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് അട്രാക്ഷൻ ആവാൻ പറ്റും. ഒന്ന് അത് കാഴ്ചയിൽ മാത്രമല്ല, ഒരു സെൻറ്റൊക്കെ അടിച്ചിരുന്നാൽ പിന്നെ നമുക്ക് കുളിച്ച് ചിലപ്പോൾ വേർപ്പ് നാറ്റങ്ങളൊക്കെ കാണും. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സുഗന്ധം പൂശുന്നത്, സെൻറ്റൊക്കെ അടിക്കുന്നത്. അതടിച്ച് പെൺകുട്ടികൾ അടിച്ചു പോയി എല്ലാവരും വേശ്യ, ആണുങ്ങളെ ആകർഷിക്കാനാണോ? അതായത് അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ കുളിക്കാതെയൊക്കെ നനയ്ക്കാതെ, അല്ലെങ്കിൽ നല്ല വേർപ്പ് നാറ്റമായിട്ട് ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ വന്നാൽ ആർക്കൾക്ക് ഇഷ്ടപ്പെടുമോ? സ്മെല്ലടിക്കുമ്പോൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. അതിൻ്റെ ഒരു മറയ്ക്കാൻ വേണ്ടിയാണ് ഈ സെൻറ്റ് സാധനം എടുക്കുന്നത്. അത് നാളെ ആളുകളുടെ കാണുക അടിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ, സ്മെല്ലടിച്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും സ്മെല്ലടിക്കുമ്പോൾ അന്ന് അട്രാക്ട് ചെയ്ത് നോക്കും. അതെന്ന് വെച്ചാൽ അവരെല്ലാം വേശ്യകളാവും. എവിടെ നിന്നൊക്കെയാണ് വന്നേന്നറിയില്ല.